വചനവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് വചനവഴിയിൽ ജീവിതത്തിൽ വളരെയധികം ഭയപ്പാടോടുകൂടി മനുഷ്യർ കാണുന്ന മരണമെന്നൊരു യാഥാർത്ഥ്യത്തിന്റെ ചില വശങ്ങളൊന്ന് ശ്രദ്ധിക്കാമെന്ന് ഓർക്കുകയാണ്. ഒത്തിരിയേറെ മരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ശതാധിപന് പക്ഷെ ഒരു 33-കാരന്റെ മരണം വളരെ വ്യത്യസ്തമായി തോന്നി. സാധാരണ ശപിച്ചും പിറുപിറുത്തും പരാതിപ്പെട്ടും ചീത്ത പറഞ്ഞുമൊക്കെ മരണത്തിലേക്ക് കടന്നു പോകുന്ന നിരവധി കുറ്റക്കാരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു ആ മരണം. തന്നെ ക്രൂശിക്കാൻ കൂട്ടുനിന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തൊന്നും ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒടുവില് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് തന്റെ ആത്മാവിനെ ദൈവത്തിന് സമർപ്പിക്കുന്ന ആ ഒരു മരണം ഒരു ശതാധിപന് ഒരു ദൈവികമായ ഉണർവിന്റെ, ഒരു വെളിപ്പെടുത്തലിന്റെ ഒരനുഭവമായി മാറുകയായിരുന്നു. നമ്മുടെയൊക്കെ ചുറ്റും നമ്മളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒത്തിരി മരണങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതിൽ പലതും വളരെയധികം വേദനിപ്പിക്കുന്ന, സങ്കടകരമായ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്ന മരണങ്ങളാണെന്നുണ്ടെങ്കിലും അപൂർവം ചില മരണങ്ങൾ തികച്ചും വ്യത്യസ്തമായി വളരെ സന്തോഷകരമായ ഒരു കടന്നുപോകൽ പോലെ, രക്ഷാകരമായ ഒരു അനുഭവം പോലെ തീരാറുണ്ട്. അത്തരത്തിലുള്ള ചില അനുഭവങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കാം. ഞാൻ ഈശോയുടെ ഈ മരണത്തെക്കുറിച്ച് എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. എന്തൊരു പ്രൗഢഗംഭീരമായ ഒരു മരണമാണ്, എന്തൊരു നല്ലൊരു കടന്നുപോകലാണ് ആ മരണമെന്ന്. പലപ്പോഴും ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നതിനെ കുറിച്ചാണ് പലപ്പോഴും ചിന്തിക്കുക. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് മരണം കൊണ്ടുള്ളൊരു സാക്ഷ്യം വഹിക്കല്. തീർച്ചയായിട്ടും ഈശോയുടെ ജീവിതം കൊണ്ട് തന്നെയുള്ളൊരു സാക്ഷ്യമായിരുന്നു. പക്ഷെ അതുപോലെയോ അതിനേക്കാൾ ഉപരിയായോ വളരെ ഉദാത്തമായ ഒരു സാക്ഷ്യത്തിന്റെ ഒരവസരമായി മാറുകയായിരുന്നു യേശുവിന്റെ മരണവും. നമുക്ക് പരിചയമുള്ള പലയിടത്തും അപൂർവമായിട്ടെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ചില മരണങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലോ. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഒരു പക്ഷെ നമ്മൾ പലർക്കും അറിയാവുന്ന, നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന, അതെ, ഒത്തിരിയേറെ വർഷങ്ങൾ മുമ്പ് മുതൽ തന്നെ, ഏതാണ്ട് ഒരു 80-85 കാലങ്ങൾ മുതൽ തന്നെ ജീസസ് യൂത്തിലും പിന്നീട് ക്രിസ്ത്യനിലും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്ന ലവ്ലി എന്നൊരു ഒരു പെൺകുട്ടിയുടെ, അവൾ പിന്നെ വിവാഹിതയായി, അമ്മയായി. അവൾക്കൊരു 3 വയസ്സുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് ക്യാൻസർ ബാധിച്ച് ആ കുഞ്ഞ് മരിച്ചു. പിന്നീട് ഈ ലവ്ലി തന്നെയും 2 മാസം മുൻപ്, ഏതാണ്ട് 40-45 വയസ്സ് കാണുമായിരിക്കും തോന്നുന്നു, 2 മാസം മുമ്പ് ലവ്ലിയും മരിച്ചു. ഒത്തിരിയേറെ മരണങ്ങൾക്കിടയിൽ ഒരു അസാധാരണമായ മരണമെന്ന് ആ മരണത്തെക്കുറിച്ച് നമുക്ക് തോന്നുന്നുണ്ട്. മരണത്തിനൊക്കെ മുൻപ് പല നാളുകളിൽ പോയിട്ട് ലവ്ലിയെ പോയി കാണാറുണ്ടായിരുന്നു. എത്ര സന്തോഷത്തോടെ, എത്ര പ്രത്യാശയോടെ ലവ്ലി ആ മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ലവ്ലിയുടെ കൊച്ചു മരിച്ച സമയത്ത്, 3 വയസ്സുള്ള കൊച്ച് ബ്ലഡ് ക്യാൻസർ മൂലം മരിക്കുന്ന സമയത്ത് ആ കൊച്ചിനെ കുളിപ്പിക്കുന്നതും ഒരുക്കുന്നതും പെട്ടികൾ കിടത്തുന്നതും അതിനെ പൂകൊണ്ടും ഒക്കെ അലങ്ങുന്നതും ഒക്കെ ഈ അമ്മ തന്നെയായിരുന്നുവെന്നും, അതും വേദനയുണ്ടെന്നുണ്ടെങ്കിലും ആ വേദനയൊക്കെ ഉള്ളിലൊതുക്കി പ്രത്യേകമായി വലിയൊരു ദുരന്തം സംഭവിച്ചൊരു ഭാവങ്ങളൊന്നും കാണിക്കാതെ തന്നെ വളരെ പക്വതയോടെ, വളരെ സമചിത്തതയോടെ ആ കൊച്ചു മരണത്തെ എടുത്തത്. അതുപോലെ തന്നെയും അതിനെ കുറച്ചുകൂടി കുറെ കൂടി ഉയർന്ന ഒരു സാക്ഷ്യത്തിന്റെ രീതിയിൽ സ്വന്തം മരണത്തെയും ലവ്ലി എടുക്കുകയായിരുന്നു. ഈ 2 അനുഭവങ്ങളും വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നി. ലവ്ലിയുടെ മരണത്തിന്റെ ഒരു 2 ആഴ്ച മുൻപാണെന്ന് എനിക്ക് തോന്നുന്നു, ജെയിംസിന്റെ ഭാര്യ സെലീൻ ടീച്ചർ കാറ്റഗിസം ക്ലാസ്സിൽ പിള്ളേരോട് ജീവിതം, രോഗങ്ങൾ, മരണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മരണത്തിന് വേണ്ടിയൊക്കെ ഒരുങ്ങുന്ന ആൾക്കാര് ചിലരെങ്കിലും ഉണ്ട് അതിനെ നല്ല രീതിയിൽ രക്ഷാകരമായിട്ട് എടുത്തൊരുങ്ങുന്നെന്ന് പറയുമ്പോൾ പിള്ളേർക്ക് അത് അത്രയ്ക്ക് അത് സ്വീകരിക്കാനായിട്ട് എളുപ്പമായിരുന്നില്ല. സെലീൻ അവിടെ വെച്ച് തന്നെ, ഇപ്പൊ SSIയുടെ ഒക്കെ രീതിയാണല്ലോ ഇപ്പോൾ ഉള്ളത്, അവിടെ വെച്ച് തന്നെ സെലീൻ മൊബൈലിൽ ലവ്ലിയെ വിളിച്ചു. മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുൻപ് ലവ്ലി ഉടനെ ഈ ക്ലാസ്സിലെ കുട്ടികളോടെല്ലാം സ്പീക്കർ ഓൺ ചെയ്തു വെച്ച്
രോഗങ്ങളെക്കുറിച്ചും അത് അനുവദിക്കുന്ന ദൈവത്തെക്കുറിച്ചും അതിന്റെ രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ചും അതിന് നമ്മൾ വിധേയപ്പെടേണ്ടതിനെക്കുറിച്ചും ഈ രക്ഷാകരമായ കടന്നുപോകലിനെ കുറിച്ചും ഒക്കെ വളരെ മനോഹരമായി കുറച്ച് സമയങ്ങളിൽ അവിടെ സംസാരിച്ചപ്പോൾ അത് ആ കുട്ടികൾക്ക് തന്നെ നല്ലൊരു അനുഭവമായി തീർന്നു. ഒടുവിൽ മരണത്തിലേക്ക് കിടക്കുന്ന ആ ദിവസങ്ങളിലോ നല്ല പ്രാർത്ഥനയോടെ അവസാനം സ്വന്തമായി പ്രാർത്ഥിക്കാൻ കഴിയാതിരുന്ന സമയത്ത് ബൈബിൾ വായിക്കാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ ശാന്തമായി മരണത്തിലൂടെ നിത്യജീവനിലേക്ക് കടന്നുപോയ എല്ലാവല്ലേ. ആ മരണം ഒട്ടനവധി പേർക്ക് നല്ലൊരു സാക്ഷ്യമായിരുന്നു. ഇത്തരത്തിലുള്ള ചില രക്ഷാകരമായിട്ടുള്ള മരണങ്ങൾ, അതേക്കുറിച്ചുള്ള നല്ല ചില അനുഭവങ്ങൾ അതൊക്കെ നമ്മുടെയൊക്കെ ഓർമ്മകളിൽ കാണും. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ നമുക്കൊന്ന് പങ്കുവയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ എങ്ങനെ മനുഷ്യൻ ജീവിക്കും, മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന സമയമാണ്. അതേസമയത്ത് എങ്ങനെ ഇവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് കഴിയും, അല്ലെങ്കിൽ എങ്ങനെ മരണത്തെ യാഥാർത്ഥ്യത്തെ നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കാനായിട്ട് കഴിയും എന്ന് പരിശോധിക്കുകയോ ചിന്തിക്കുകയോ അല്ലെന്ന വരിയിൽ അതിനെക്കുറിച്ച് പഠിക്കുകയോ ചെയ്യുന്ന വളരെ മരണത്തെ ഒരു ഭീതിയോടുകൂടി കാണുന്ന എല്ലാവരും അങ്ങനെയാണ്. മരണഭീതി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരെയും അത് ഗ്രസിക്കുന്നതാണ്. അപ്പോഴ് ഈശോ ചെയ്തത് അതാണ്. വളരെ മാന്യമായ രീതിയിൽ വളരെ സംതൃപ്തിയോടുകൂടി എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് 33 വയസ്സിൽ ഈ ലോകം വിട്ടു പോകുമ്പോൾ അത്രയൊരു സാറ്റിസ്ഫാക്ഷനോടുകൂടി ഈ ജീവിതത്തെക്കുറിച്ച് ഇതിന്റെ അവസാനം വരെ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ഒക്കെ ഉള്ള നമുക്ക്, അല്ലെങ്കിൽ ഈ ലോകത്തിന് അത്രമാത്രം ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ ലോകം വിട്ടു പോകാനായിട്ട് സാധിക്കുമോ? ഞാൻ ഓർക്ക് അമ്മ മാസികയില് ഇങ്ങനെ സിസ്റ്റർ ശോഭ എഴുതിയ ഒരു സംഭവം. ഒരു സിസ്റ്റർ മരിക്കാനായിട്ട് കിടക്കുമ്പോ ചുറ്റും സന്യാസിനികൾ കൂടി വന്നപ്പോ ആ സിസ്റ്റർ പറയാം, നിങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ എനിക്ക് മരിക്കാൻ നാണമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭിത്തിയിലേക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് ആ സഹോദരി മരിച്ചു എന്ന് അമ്മവാസിയിൽ വായിക്കേണ്ടത്. അപ്പൊ എത്ര പ്രത്യാശയോടുകൂടി അല്ലെങ്കിൽ എത്ര ധീരമായിട്ടാണ് ആ മരണത്തെ, എത്ര സന്തോഷത്തോടുകൂടിയാണ് അതിനെ സ്വീകരിച്ചത്. അതുപോലെ തന്നെ എന്റെ സ്വന്തത്തിൽപ്പെട്ട ഒരു വലിയമ്മച്ചി മരിച്ച അതിനെ കുറിച്ചും എനിക്ക് പറയാനായിട്ട് സാധിക്കും. അതിന് ഈ കൃത്യമായ തീയതി പറഞ്ഞുകൊണ്ട്, അതായത് ശനിയാഴ്ച ഇത്രാം തീയതി ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ മരിക്കും എന്ന് വളരെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ആ അമ്മച്ചി എല്ലാവരോടുമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ശനിയാഴ്ച പള്ളിയിൽ പോകുന്നവരൊക്കെ നേരത്തെ വരണം എന്ന് പറഞ്ഞു. പക്ഷെ 11 മണിക്ക് ശേഷം ആ അമ്മച്ചി മരിച്ചു. 12 മണിയാകാനായിട്ട് നിന്നില്ല. എല്ലാവരും പള്ളിയിൽ പോകുന്നവരൊക്കെ നേരത്തെ വരണം, ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ മരിക്കും എന്ന് പറഞ്ഞു. അത്ര സന്തോഷത്തോടുകൂടി മരിച്ച ഒരു വലിയമ്മച്ചിയെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഈ രണ്ട് വ്യക്തികളും സിസ്റ്ററുടെ ഇത് എഴുതി വായിച്ചതാണ്. അപ്പോ അവരൊക്കെ എങ്ങനെയാ മരണത്തെ ഇത്ര കൂളായിട്ട് ഇത്ര സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനായിട്ട് സാധിച്ചത്? എല്ലാം പൂർത്തിയാക്കിയതിന്റെ അതെ. വലിയമ്മച്ച ഒരു വിധവയായിരുന്നു. ദീർഘകാലം വൈധവ്യം അനുഭവിച്ചവരാണ്. അവരുടെ മക്കൾക്ക് വേണ്ടുന്ന അവർക്ക് ചെയ്യാൻ കഴിയുന്നതിന് പരമാവധി എല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം സ്വസ്ഥ ജീവിതം നയിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഒരു വലിയ ഒരു മാരകമായ രോഗത്തിലൊന്നും ആയിരുന്നില്ല മരിക്കുമ്പോൾ. സെബാസ്റ്റ്യന്റെയൊക്കെ ജീവിതത്തില് ഇതിനോട് മരിച്ചാൻ പറഞ്ഞതിനോട് അത്ര അടുത്തല്ലെങ്കിൽ പോലും മരണത്തിന് വേണ്ടി ഒരുങ്ങിയ ഒരു സുഹൃത്തിന്റെ ഒരു മരണത്തെക്കുറിച്ചാണ് ഞാനത്. മരണത്തിനെ ഒരുക്കിയെടുത്ത് മരിക്കാനുള്ള ആ മരണത്തിന് വേണ്ടി ഒരുങ്ങിയ കുടുംബത്തിന്റെ ഒരു സഹോദരന്റെ കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. വലിയ പ്രായം ഒരു 40-45 വയസ്സേ ഉള്ളൂ. അദ്ദേഹം കുറച്ചുനാൾ ആരോഗ്യത്തോടെ ജീവിച്ചാണ്. പെട്ടെന്ന് രോഗമായി. മരണം അടുത്ത് തന്നെ ഉണ്ടെന്ന് താമസിക്കാതെ മരിക്കുമെന്ന് ഡോക്ടേഴ്സ് പറയുകയാണ്. പക്ഷെ ഈ സഹോദരൻ അറിയുന്നില്ല മരിക്കുമെന്നുള്ള കാര്യം. ആശുപത്രിയിലാണ്, ജനറൽ വാർഡിൽ കിടക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് മരിക്കുന്നതിനെ പറ്റി അങ്ങ് ഒരുങ്ങിയിട്ടുമില്ല. പക്ഷെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം. ഏതായാലും സഹോദരങ്ങൾ കൂടി ആലോചിച്ചു എങ്ങനെയാ ചെയ്യേണ്ടത്, ഈ പ്രതിസന്ധി എങ്ങനെ കിടക്കാം. ഭാര്യയോട് പറയണം, മക്കളോട് പറയണം, അവർ ഈ സഹോദരൻ പറയണം. ഇങ്ങനെ സഹോദരങ്ങൾ പറയാൻ വേണ്ടി തീരുമാനിക്കുക. അപ്പോൾ ആദ്യമേ ഇവരെ വാർഡിൽ നിന്ന് റൂമിലേക്ക് മാറ്റി കിടക്കാൻ വേണ്ടി റൂമിൽ ഏർപ്പാടായി റൂമിലേക്ക് മാറ്റി. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു, എടാ നീ ഇങ്ങനെ നിനക്ക് ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആമുഖത്തോടുകൂടി പറഞ്ഞു, നിനക്ക് രോഗം ഇച്ചിരി കൂടുതൽ ഗുരുതരമായ രോഗമാണ്, ഇനി മരിക്കാൻ വേണ്ടി നീ ഒരുങ്ങേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. പല കുടുംബ പ്രശ്നവും ഉണ്ടായിരുന്നു. സാമ്പത്തികമായ ബാധ്യതകളുണ്ട്, മുന്നോട്ടുള്ള കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ പറ്റിയുണ്ട്. ഒരു വ്യക്തതയില്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പോ ഈ സഹോദരൻ തന്നെ പ്ലാൻ ചെയ്തു ഭാര്യയോടും ഇദ്ദേഹത്തോടും
സംസാരിക്കണം, ഒരുങ്ങണം, എല്ലാം പറഞ്ഞൊരു അഭിപ്രായങ്ങൾ, മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി ഒരു വ്യക്തമായ ഒരു പ്ലാനിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും അവസാനം ജീവിതം പെട്ടെന്ന് വഴിമുട്ടുന്നു, പിരിയുന്നു എന്നൊരു അവസ്ഥയല്ലേ. പലപ്പോഴും നമ്മുടെ സാധാരണ ജീവിതത്തിലൊക്കെ ഇങ്ങനത്തെ അനുഭവം കാണാം. ഇവർ ചെയ്ത ഒരു റൂമിലാക്കി ഭാര്യയെയും ഇദ്ദേഹത്തെയും സംസാരിക്കാൻ വേണ്ടി പറഞ്ഞ് നല്ല സമയം കൊടുത്തു. ഡോക്ടേഴ്സിനോട് ബന്ധപ്പെട്ട ഒരു വിവരം പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് ഇവരെ കാര്യങ്ങളെ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി, സമ്പത്ത് കടബാധ്യതകള്, ഇപ്പോഴുള്ള അവസ്ഥ, എല്ലാ കാര്യം പറഞ്ഞ് അധികം താമസിക്കാതെ വളരെ ഒരു ആശ്വാസത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ പറ്റി ഒരു വ്യക്തത ഉണ്ടായതുകൊണ്ട് തന്നെ വലിയൊരു ദുഃഖം ആ സഹോദരങ്ങൾക്കോ ജീവിത പങ്കാളിക്കൊന്നും ഉണ്ടാവാൻ ഇങ്ങനെ ഉണ്ടായതില്ല. മരണം സ്വാഭാവികമായിട്ടും വേദനാജനകമാണ്. പലപ്പോഴും നമ്മൾ ചില ഒരുങ്ങി മരണത്തെക്കാൾ കവിഞ്ഞ് മറ്റു പലരുടെയും മരണം വേദനാജനകമാണ്. അതുപോലെയുള്ളൊരവസ്ഥയാണ്. പക്ഷെ ഒരുങ്ങി മരിക്കുന്ന ഒരവസ്ഥ, മരണത്തിന്റെ ഒരുങ്ങുന്ന അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. അത് നമുക്ക് പലപ്പോഴും അതൊരു ആവശ്യമാണ്. അങ്ങനെ ചില ഘട്ടത്തിൽ ബോധപൂർവമുള്ള ചില ഒരുക്കങ്ങൾ ആവശ്യമാണ് എന്നും കൂടെ തോന്നിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം സ്വന്തം മരണത്തിലേക്ക് കടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചില പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതികൾ പോലും കൂടെ നികത്താനായിട്ട് ചിലപ്പോൾ വീട്ടിലുള്ളവർക്ക് സാധിക്കും. ആരെങ്കിലും ആയിരിക്കും അനുരഞ്ജനപ്പെടാനായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് സംസാരിച്ചൊന്ന് അതിനൊരു അവസരം ഉണ്ടാക്കാനായിട്ട്, എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്വങ്ങൾ തീർക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് സഹായിക്കാനായിട്ട്, എന്നിട്ടൊരു സ്വസ്ഥതയോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകാനായിട്ട്, തീർച്ചയായിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായി തന്നെ തോന്നുന്നു. മനഃശാസ്ത്രം വളരെയധികം വളർച്ച പ്രാപിച്ച ഈ കാലഘട്ടത്തില് മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെ മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയോട് അല്ലെ ഒരു വ്യക്തിയോട് മരണം ആസന്നമായിരിക്കുന്നു എന്ന് പറയുന്നതിൽ രണ്ട് പക്ഷമുണ്ട്. കാരണം ഒരുപക്ഷെ ആ മരണത്തെക്കുറിച്ചുള്ള അറിയിപ്പ് അതൊരു ആഘാതമായി പെട്ടെന്ന് അയാൾ ജീവൻ പോകുമെന്ന് ഒരു പക്ഷക്കാരും, അതോടൊപ്പം തന്നെ മരിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തി അയാൾക്ക് ബോധ്യം കൊടുത്ത് അയാളെ ഒരുക്കി നല്ലൊരു മരണത്തിന് വിധേയപ്പെടുത്തണം എന്നും രണ്ടു പക്ഷം പറയുന്നുണ്ട്. ഒരു ക്രിസ്തീയമായ ഒരു വീക്ഷണത്തില് നിശ്ചയമായും മരണം യാഥാർത്ഥ്യമാണ്. അതിനെ നേരിടാനും മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു പ്രത്യാശയിലേക്കുമാണ് നമ്മെ നയിക്കുന്നത്. ആ നിലയ്ക്ക് മരണാസന്നരായിരിക്കുന്ന രോഗികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഒരുപക്ഷെ മനസ്സ് സന്നദ്ധമായിട്ടുണ്ടാവില്ലായിരിക്കും. ഒത്തിരിയേറെ വലിയ കെട്ടുപാടുകളാണ് ഈ ലോകവുമായിട്ട്, മണ്ണുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം. അപ്പൊ ആ നിലയ്ക്ക് ആ വ്യക്തിയെ അത് ഓർമ്മിപ്പിക്കുന്നതും ഒരു നല്ല മരണത്തിന് വേണ്ടിയിട്ട് അയാളെ സഹായിക്കേണ്ടതും നമ്മുടെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുക. പക്ഷെ പലപ്പോഴും അതിന് നമുക്ക് ധൈര്യം കിട്ടാറില്ല. എങ്ങനെ അയാളോട് പറയും, അല്ലെ എങ്ങനെ ഏത് രീതിയിലായിരിക്കും പറയുന്നു, മരിക്കുമ്പോൾ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ സന്ദർഭങ്ങളും ഉണ്ട്. ജീവിതത്തെക്കുറിച്ചുള്ള ദർശനമാണ് ഓരോ മനുഷ്യന്റെയും മരണത്തെക്കുറിച്ച് എന്തെങ്കിലും ഉള്ള വ്യക്തത ലഭിക്കുന്നതാണ് തോന്നുന്നത്. ജീവിതം എന്താണ്, മരണം എന്താണെന്നുള്ള വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ ജീവിതത്തെക്കാൾ മരണമാണ് പ്രധാനമെന്ന് മനസ്സിലാവും. ജ്ഞാനികളൊക്കെ പറയുക, ശരീരത്തെക്കുറിച്ച് തന്നെ പറയുന്നത് ശരീരത്തിയെ ഇത് ശരീരം എന്നാണ്. എന്ന് വെച്ചാൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ അതാണ് ശരീരം. ശരീരം എപ്പോഴും നാശത്തിന് വിധേയമാണ്, അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കുന്ന ആത്മാവാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ ഈശോ പറയുന്ന പോലെ 6:63 പറയുന്നത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പോൾ ഉപകരിക്കുന്നത് ആത്മാവാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഒരു നല്ല മരണത്തിനുള്ള ഒരുക്കമാണെന്ന് തന്നെ പറയേണ്ടതുണ്ട്. ആ ഒരു കടന്നുപോകലിലേക്ക്, നിത്യജീവനിലേക്കുള്ള ഒരു കടന്നുപോകാനുള്ള ഒരുക്കമാണ് ഈ 19 വർഷത്തെ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത്. ശരീരം നശിച്ചു പോകുന്നു, നശിക്കാത്ത ആത്മാവിലേക്കുള്ള പ്രവേശനമാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്റെ ഒരു അനുഭവത്തില് ഒരു മരണം ഞാൻ കാണുകയുണ്ടായി. എന്റെ പെങ്ങളുടെ മകളാണ്. അവള് കല്യാണമെല്ലാം കഴിഞ്ഞൊരു 7 മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. ഇപ്പൊ അത് അതിന്റെ സീരിയസ് സ്റ്റേജിലെത്തി കഴിഞ്ഞിരുന്നു നേരത്തേക്ക്. ഇപ്പൊ അന്നോട്ട് ചികിത്സയിലാൻ തുടങ്ങി. എന്തായാലും മരിക്കുമെന്നൊരു ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ ഷേളി എന്നാണ് അവളുടെ പേര്. ഷേളിയുടെ ഹസ്ബൻഡ് സജി. അപ്പോൾ സജി വളരെ നല്ല രീതിയിൽ ഇവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും മരണത്തിന് വേണ്ടി ഇവളെ ഒരുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ജീവിതത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു കൊടുത്ത് വളരെ നല്ല രീതിയിൽ സജി ഒരുക്കി. ആ മരണത്തിന്റെ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ മരിക്കുന്ന സമയത്ത് സജി ഷേലോട് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്, മോളിപ്പോൾ ഈശോയുടെ അടുത്തേക്കാണ് പോകുന്നത്, മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നല്ല പറയുന്നത്. ഈശോയുടെ അടുത്തേക്കാണ് പോകുന്നത്, കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഈശോയുടെ അടുത്തേക്ക് ഷേല് പൊക്കോ, മോള് പൊക്കോ, ഞാനും പുറകെ വരും. ജീവിതം എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. ഈശോയുടെ അടുത്തേക്ക് മോള് പോകുന്നു,
ഞാനും പുറകുണ്ട് എന്ന് പറഞ്ഞ് വളരെ പ്രത്യാശയോടുകൂടി മരണത്തിലേക്ക് അങ്ങനെ കൊണ്ടെത്തിക്കുന്ന പറഞ്ഞയക്കുന്ന ആ ഒരു ചിത്രം എന്റെ മനസ്സിൽ നന്നായിട്ട് ഇപ്പോഴും ഉണ്ട്. എന്ന് പറയുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രത്യാശ. മരണം എന്ന് പറയുമ്പോൾ ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണെന്ന് മരിക്കുന്ന ആളോട് പറഞ്ഞുകൊടുത്ത് ആ ഒരു വലിയ പ്രത്യാശയുടെ മരണത്തിലേക്ക് പറഞ്ഞയക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു ഭർത്താവ് നിലയിൽ എനിക്ക് അത്ഭുതം തോന്നി. ആ സജിയുടെ ആ പ്രസവം കേട്ടിട്ട് അത്ര നന്നായിട്ട് സജി അത് ചെയ്തു. അത് ഞാനത് അതോടുകൂടി തന്നെ ആ ദിവസങ്ങളിൽ സംഭവിച്ച മറ്റൊരു മരണം എന്റെ മനസ്സിലുണ്ട്. അതൊരു പത്രവാർത്തയായിരുന്നു. ഒരു ദമ്പതികളുടെ മരണമാണത്. ആ ദമ്പതികൾ തന്റെ 8ൽ പഠിക്കുന്ന കുട്ടിയെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയി. എറണാകുളത്ത് വെച്ചിട്ട് കുട്ടിക്ക് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. സീരിയസ് ആണ് സംഭവം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വെച്ച് തന്നെ മരിച്ചു. അങ്ങനെ പത്രവാർത്ത ഇതായിരുന്നു. കുടുംബം ഒന്നിച്ച് ആത്മഹത്യ എന്നാണ് വാർത്ത. അപ്പം കുഞ്ഞിനെയും കൊന്ന് ഇവർ രണ്ടുപേരും മരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു 2 മരണവും കൂടെ വെച്ച് ചിന്തിച്ചപ്പോൾ എങ്ങനെയാണ് മരണത്തെ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് മരണത്തെ കാണുക എന്ന് വ്യക്തമായി. സജി എങ്ങനെയാണ് മരണത്തിലേക്ക് പറഞ്ഞു വെച്ചാൽ ഇവിടെ ഇപ്പുറത്ത് സംഭവിച്ചത് പ്രശ്നമുണ്ടായി എന്ന് കണ്ടപ്പോൾ തന്നെ ജീവിതം അവസാനിപ്പിച്ചു. കാരണം എന്തിനു വേണ്ടി ജീവിക്കുന്നുള്ള കാര്യത്തില്ല, മരണത്തിന്റെ അർത്ഥം അറിഞ്ഞുകൂടാത്തവർ ഒരുപക്ഷെ അങ്ങനെ ചെയ്തേക്കും. ഇപ്പോൾ എന്താണ് ജീവിതം, എന്താണ് മരണം എന്നുള്ള ഒരു വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ വളരെ പ്രത്യാശയുടെ മരണത്തിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുമെന്നും അങ്ങനെ ഒരുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ടെന്നൊരു ചിന്തയുണ്ട്. 2 രീതിയിലുള്ള മരണത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ഒന്ന് ലോകത്തിന്റെ രീതിക്കനുസരിച്ചുള്ള മരണം. അവിടെ നമ്മൾ കണ്ടു, അവിടെ നിരാശയാണ്. മരണം അടുത്ത് വരുന്നവരും നിരാശ വരുന്നു. അവർക്ക് ആശ്രയിക്കാനൊന്നുമില്ല. ഒരു വളരെ നിരാശയോടെ മരിക്കുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു. മറ്റൊന്നുള്ളത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവർ നിത്യജീവനിലേക്കുള്ള ഒരു പ്രതീക്ഷയായി മാറുന്നു. പ്രത്യാശ, നിത്യജീവൻ ലഭിക്കുമെന്നുള്ള ഒരു പ്രത്യാശ അവരുടെ ജീവിതത്തിന് മുന്നേ വരികയാണ്. ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം നിത്യമായ ഒരു ജീവൻ, ആ ജീവനിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ അതിനുവേണ്ടി അവരൊന്ന് ഒരുങ്ങുന്നുള്ള സമയം വെച്ച് അല്ലെ ഒരുക്കുന്നു. 2 വ്യക്തമായ ചിത്രമാണ് നമ്മുടെ മുന്നിൽ ഈ മരണത്തെക്കുറിച്ചുള്ള ഈ ചിന്ത തന്നെ നമ്മൾ നൽകുന്നത്. ഇങ്ങനെ പ്രായം ചെന്ന ആൾക്കാര് അവർ ഈ മരണത്തിലേക്കൊക്കെ അടുക്കുമ്പോൾ നമുക്കുള്ളത്ര ഭീതി അവർക്കില്ല. പ്രത്യേകിച്ച് നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി പോകുന്ന പ്രായം ചെന്നവർക്ക് ഒരു പക്ഷേ അവരുടെ ഓരോ ദിവസവുമുള്ള പ്രാർത്ഥനയിലെ ഒരു ഭാഗം നന്മരണത്തിനു വേണ്ടിയുള്ള ആ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ആ മരണത്തോടടുത്ത് വരുമ്പോൾ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് എഴുതി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. മരണത്തോടടുക്കുന്ന സമയത്തുണ്ട് എന്റെ കാലുകൾക്ക് മരവിപ്പ് അനുഭവപ്പെടുമ്പോൾ, എന്റെ ശരീരം തണുത്ത് വിറയ്ക്കാൻ തുടങ്ങുമ്പോൾ, എന്റെ കണ്ണുകൾക്ക് മങ്ങല് ഉണ്ടാകുന്ന സമയത്ത്, എന്റെ ചെന്നി വിയർക്കുമ്പോൾ, എന്റെ ചെവികളുടെ കേൾവി മന്ദീഭവിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവേ നീ എന്റെ അടുക്കലായിരിക്കണമെന്നും എന്റെ കൂട്ടായിരിക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന എന്നാ മരിക്കാൻ തുടങ്ങുന്ന സമയത്തല്ല പ്രാർത്ഥിക്കുക, അവരുടെ നല്ല പ്രായത്തിൽ തന്നെ ആരംഭിച്ച പ്രാർത്ഥനയാണ്. ഞാൻ വീട്ടിൽ അമ്മച്ചിക്ക് ആ പ്രാർത്ഥന അമ്മച്ചിയുടെ സ്ഥിരമുള്ള പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിരുന്നു. അങ്ങനെയുള്ള ഒത്തിരി അമ്മച്ചിമാരുടെയും അപ്പച്ചന്മാരുടെയും അനുഭവങ്ങൾ നമുക്കറിയാം. അവരാ മരണത്തിലേക്ക് കടക്കുന്നത് സ്വാഭാവികമായി ഒരു കടന്നുപോകൽ പോലെയാണ്. അതല്ലാതെ എന്തോ സംഭവിക്കുന്ന ഒരു ദുരന്തം പോലെയല്ല അതിനെ കാണുക. അപ്പം അങ്ങനെ വരുന്നവർക്ക് അവരുടെ കേൾവി മന്ദീഭവിക്കുന്നു എന്ന് തോന്നുമ്പോൾ, അവരുടെ കാഴ്ച മങ്ങുന്നു എന്ന് തോന്നുമ്പോൾ, ശരീരത്തിന് മറിവിപ്പ് അനുഭവപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഒരു പഴുത്ത ഇല കൊഴിഞ്ഞു വീഴുന്ന ആ ഒരു സ്വാഭാവിക പ്രക്രിയ പോലെ തന്നെ സിസ്റ്റർ ശോഭ എഴുതിയതുപോലെ നിങ്ങളൊക്കെ ഇത്രയും പേര് നോക്കിയിരിക്കുമ്പോൾ മരിക്കാൻ എനിക്ക് നാണമാകുന്നു എന്ന് നർമ്മത്തോടെ പറഞ്ഞ് മരിക്കാൻ തിരിഞ്ഞു കിടന്ന ആ സഹോദരി പോലെ അതൊരു മനോഹാരിതയുള്ള ഒരു മരണമാണ് അവിടെയൊക്കെ. ഒരുപക്ഷെ അങ്ങനെയുള്ള മരണങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നൽകിയിട്ടുള്ള സാക്ഷ്യങ്ങളെപ്പോലെയും അതിനേക്കാളും പ്രധാനപ്പെട്ടതായിത്തീരും. ജീവിതം കൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യര് ഇനിയും ഒരു 70, 80, 90, 100 വയസ്സായാലും പിന്നെയും ഒത്തിരി പ്ലാനും ഒക്കെ മുന്നിൽ കാണുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ പോലെ 33 വയസ്സ് അവിടെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് അവിടെ ഇവിടുത്തെ ജീവിതത്തിന് വിരാമം ഇടേണ്ടി വരുമ്പോൾ തന്നെ ഏൽപ്പിച്ചതെല്ലാം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളൊരു സംതൃപ്തിയോടെ മരിക്കാൻ വേണ്ടി സാധിക്കാന്ന് വെച്ചാൽ ഒരുപക്ഷെ നമുക്കൊക്കെ ആഗ്രഹിക്കാവുന്നതും സ്വപ്നം കാണാവുന്നതുമായ ചില കാര്യങ്ങൾ അതിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ മരണത്തെ ഒരു ഭീതിയോടെ കാണുന്നതിനേക്കാൾ അധികമായിട്ട് യേശു നമുക്ക് കാണിച്ചു തരിക, ഒരുപക്ഷെ ഈശോയുടെ വചനങ്ങളിലൂടെ എല്ലാം കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുന്നവർ കാണിച്ചു തരിക ഇത്തരത്തിലുള്ള ചില
നല്ല രീതികൾ, നല്ല കടന്നുപോകലിന്റെ രീതികളും മാതൃകകളുമാണല്ലോ. നമ്മുടെ സമയം എവിടെ അവസാനിക്കുമ്പോൾ യേശു കാണിച്ചു തന്ന മാതൃകയിലേക്കും ആ മാതൃകയെ പിഞ്ചൊന്ന് തങ്ങളുടെ ജീവിതത്തെ വളരെ മനോഹരമായ ഒരു കടന്നുപോകൽ പോലെ നമുക്ക് മാതൃകയായി നൽകിയിട്ടുള്ള ഒട്ടനവധി സഹോദരങ്ങളുടെ മരണങ്ങളെ നമ്മുടെ മുൻപിലുണ്ട്. ഇത്തരത്തിലുള്ള മരണങ്ങൾ നമുക്കും മരണത്തെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കാനായിട്ട്, മറിച്ച് നിത്യജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് എന്ന് തോന്നിക്കാനായിട്ട്, ഒന്നുള്ള ബോധ്യം നൽകാനായിട്ട് കാരണമായി തീരട്ടെ. എന്നും മരണത്തെക്കുറിച്ചുള്ള ഭയത്തോടെയല്ല, മരണത്തെക്കുറിച്ചുള്ള ചിന്തയുടെ, വിശുദ്ധർ പറയുന്ന അതാണ്, മരണചിന്ത നമുക്ക് എപ്പോഴും വേണമെന്ന് പറയുക. മരണചിന്തയോടെ ജീവിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ദൈവം വിളിക്കുന്ന സമയത്ത് എല്ലാം പൂർത്തിയായി എൻ്റെ കർത്താവേ, ഞാനിത് അങ്ങയുടെ പക്കലേക്ക് വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള നന്മരണങ്ങൾ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. മറ്റുള്ളവരെ നമുക്ക് അവസരം കിട്ടുന്ന പോലെ അതിനുവേണ്ടി ഒരുക്കാനായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വവും നമുക്ക് ഏറ്റെടുക്കുകയും ചെയ്യാം. വചനവഴി ഇവിടെ പൂർത്തിയാവുകയാണ്. വീണ്ടും മറ്റു ചില ചിന്തകളുമായി അടുത്ത എപ്പിസോഡിൽ